കർത്താവിന് മഹത്വം. മത്തായി സുവിശേഷം 18:35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. കർത്താവിൽ പ്രിയരെ, ക്ഷമയെന്ന് പറയുന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അത് ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ്. ദൈവ പൈതൽ കൂട്ടുവിശ്വാസിയോട് കരുണയില്ലാതെ പെരുമാറുന്നത് എത്രയോ വേദനാജനകമാണ്. ചിലരങ്ങനെയാണ്. തന്നോട് യജമാനൻ കാണിച്ച ദയ പക്ഷെ അവന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നില്ല. നിഷ്കരുണമായ പെരുമാറ്റ രീതികൾ ദൈവ ഹൃദയത്തെ എത്രമാത്രം ദുഃഖകരമെന്ന് ഓർക്കാത്തത് എന്തുകൊണ്ട്? മാനസാന്തരപ്പെട്ട് തന്നിൽ വിശ്വസിക്കുന്ന ഒരു പാപിയോട് ദൈവം മനസ്സറിഞ്ഞ് പൂർണ്ണമായി ക്ഷമിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സൗജന്യമായ കൃപയാണ്. ആ സൗജന്യ കൃപ പ്രാപിച്ചവന്റെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റങ്ങൾ അവിടുന്ന് പൊറുക്കുമോ? അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അവിടുത്തെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള ഓർമ്മ നമ്മെ നയിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനാ വാക്കുകളോട് ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു.